ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും ന്യൂസ് ടോക്കീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. തമിഴ്നാട് ഗവൺമെൻറ് ആപ്പിൾ നിർമ്മാതാക്കളായ ഫോക്സ്കോണിൻ്റെ സഹകരണത്തോടുകൂടി തമിഴ്നാട്ടിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു പാർപ്പിട സമുച്ചയത്തിന് രൂപം കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 18,000-ഓളം വരുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സംവിധാനമാണ് ഗവൺമെൻറ്റും ഫോക്സ്കോണും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 702 കോടിയോളം ചിലവ് വന്നിട്ടുള്ള ഈ പദ്ധതി മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലെന്നാണ് ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. ആ പ്രദേശത്തുള്ള ഇൻഡസ്ട്രിയലൈസേഷന് ഇത് ആക്കം കൂട്ടുമെന്നാണ് ഗവൺമെൻറ്റിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ആപ്പിൾ ഐഫോൺ കോൺട്രാക്ട് നിർമ്മാതാക്കളായ ഫോക്സ്കോണിൻ്റെ സഹകരണത്തോടെ കാഞ്ചീപുരം ജില്ലയിലെ വള്ളംവടങ്കൽ എന്ന സ്ഥലത്ത് സ്ത്രീ തൊഴിലാളികൾക്കായുള്ള ഒരു വലിയൊരു പാർപ്പിട സമുച്ചയം തമിഴ്നാട് ഗവൺമെൻറ് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഏതാണ്ട് 18,720 പേരെ താമസിപ്പിക്കാൻ സജ്ജമാണ് ഈ സമുച്ചയം. 13 ബ്ലോക്കിൽ 10 നിലയായിട്ടാണ് ഈ പടുകൂറ്റൻ കെട്ടിടം ഒരുങ്ങി വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്തിട്ടുള്ള സ്ത്രീ തൊഴിലാളികൾക്കായിട്ടുള്ള പാർപ്പിട സൗകര്യം ഒരുക്കിയിട്ടിരിക്കുന്നത്. ഫോക്സ്കോണിൻ്റെ തമിഴ്നാട്ടിലുള്ള ഫാക്ടറിയിലെ സ്ത്രീ തൊഴിലാളികളെ താമസിപ്പിക്കാനാണ് മുഖ്യമായിട്ടും ഇത്തരത്തിലുള്ള പദ്ധതി. സിപ്കോട്ടിലുള്ള 20 ഏക്കറിൽ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടെ കമ്പനി ഒരുക്കിയിട്ടുള്ളത്. ഡോർമിറ്ററി സ്റ്റൈലിലാണ് ഇവിടെ താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 6 ബെഡുകൾ വീതമുണ്ട് ഒരു ഡോർമിറ്ററിയിൽ. 24 റൂമുകൾ ഒരു ബ്ലോക്കിൽ ഉണ്ടാകും. 20 ഏക്കറിൽ പരന്നു കിടക്കുകയാണ് ഈ സിപ്കോട്ട് ലാൻഡിലുള്ള ഈ വലിയ കെട്ടിടം. ഒരുപാട് ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. വിനോദത്തിനും മറ്റു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിനുമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 706 കോടിയോളം ഈ കെട്ടിട സമയത്തിന് ചിലവായിട്ടുണ്ടെന്നാണ് ഗവൺമെൻറ്റും ഫോക്സ്കോൺ അധികാരികളും പറയുന്നത്. എല്ലാ ബ്ലോക്കിലും സോളാർ വാട്ടർ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി ചെന്നൈയിലെത്തിയ ഫോക്സ്കോൺ ചെയർമാൻ യോങ് ലൂയിനെ സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി ഡോക്ടർ TRB രാജ എയർപോർട്ടിൽ നേരിട്ട് കണ്ട് സ്വീകരിക്കാനുണ്ടായിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം MK സ്റ്റാലിനാണ് മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുക. അതിൻ്റെ ഭാഗമായി ഫോക്സ്കോൺ ചെയർമാനും മറ്റു ഉദ്യോഗസ്ഥരും സംസ്ഥാന ഗവൺമെൻറ്റുമായി കൂടുതൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഫോക്സ്കോണിനെ തമിഴ്നാട്ടിലുള്ള യൂണിറ്റിൻ്റെ വികസനവും അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഗവൺമെൻറ് ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഐഫോണിൻ്റെ ഏറ്റവും പ്രമുഖ നിർമ്മാതാക്കളായ ഫോക്സ്കോണിന് പല പദ്ധതികളും ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഈ പദ്ധതി.